അല്ല, ലോകത്തെവിടെയും എന്നും ചെറുപ്പക്കാരിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. അതായത് പൊളിറ്റിക്സ് എന്നും ചേഞ്ച് ചെയ്യുമ്പോഴും ഇവോൾവ് ചെയ്യുമ്പോഴും യങ്സ്റ്റേഴ്സിനൊരു വലിയ പങ്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ലോകത്ത് എവിടെ നോക്കിയാലും, ഏത് രാജ്യത്ത് നോക്കിയാലും, ഏത് റെവല്യൂഷൻ നോക്കിയാലും, ഏത് ചേഞ്ച് നോക്കിയാലും അവിടെയെല്ലാം യങ് പീപ്പിളിൽ വലിയ ഫോക്കസും വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ അർപ്പിക്കാറുള്ളത്. പക്ഷേ ഇൻ റീസെൻറ്റ് ടൈംസ് ചിലപ്പോൾ ഈ വയലൻസ് ഇൻ പൊളിറ്റിക്സ് ആകാം, ക്യാമ്പസ് രാഷ്ട്രീയത്തിലുണ്ടായ കോടതി വിധികളാകാം, പലപ്പോഴും ഒരു തലമുറയെ ഐ തിങ്ക് നമ്മുടെ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റവുമുണ്ട്. ഒരു പരിധിവരെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും രാഷ്ട്രീയത്തിൽ നിന്ന് കുട്ടികളെ ഒരു പടി പിന്നേക്ക് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, വിച്ച് ഇസ് എ ഫാക്റ്റ്. പക്ഷേ ഒരു നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ ലോകത്തെമ്പാടും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന, പ്രത്യേകിച്ച് പുതിയ ആശയങ്ങൾ നടപ്പാക്കാൻ യങ്സ്റ്റേഴ്സ് ക്യാൻ മേക്ക് എ ചേഞ്ച് എന്നുള്ള ഒരു പോളിസി എപ്പോഴും വരവേറ്റിട്ടുണ്ട്. അപ്പോൾ അതെപ്പോഴും ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ കടന്നു വന്നാൽ ആ സിസ്റ്റം ക്ലെൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ കടന്നു വരണം. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇരുന്ന് കമൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സിസ്റ്റത്തെ എതിർക്കുമ്പോഴും അതിനെ വിമർശിക്കുമ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ യു ആർ എ പാർട്ട് ഓഫ് ദി സിസ്റ്റം. ആ സിസ്റ്റത്തിൽ വന്ന് അത് റിഫ്രഷ് ചെയ്യാൻ സാധിക്കുക, അത് ക്ലെൻസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല പ്രോസസ്സ്. ഞങ്ങൾ ഏത് ക്യാമ്പസിൽ പോയാലും ഏത് സ്കൂളിൽ പോയാലും നമ്മൾ അപ്പാർട്ട് ഫ്രം ദി ഐഡിയോളജി, ഏത് പ്രത്യയശാസ്ത്രമാണെങ്കിലും അതിനപ്പുറമായി എലക്ഷൻ മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല, പാർട്ടി പൊസിഷൻസിലേക്കും എല്ലാ പാർട്ടിയിലും ചെറുപ്പക്കാർ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു സോഷ്യൽ ചേഞ്ചാണ് സംഭവിച്ചത്. നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എൻറ്റയർ ഫാമിലി സിസ്റ്റത്തിൽ മാറ്റമുണ്ടായി, കോളേജ് പൊളിറ്റിക്സിൽ മാറ്റമുണ്ടായി, കുട്ടികൾ പൊളിറ്റിക്സിനോടുള്ള അഭിരുചി കുറഞ്ഞു വന്നു. ഇപ്പോൾ നമ്മൾ കേരളം ഒഴിച്ചാൽ ബാക്കി സ്റ്റേറ്റ്സിൽ പോയാൽ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് കോളേജ് യൂണിയൻ ഇലക്ഷൻസോ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങളോ നടക്കുന്ന സ്ഥലം കുറവാണ്. ഇല്ല എന്നല്ല, കുറവാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് ലോകത്ത് എവിടെ നോക്കിയാൽ. അപ്പോൾ യങ് പീപ്പിൾ, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഷുഡ് കം ടു പൊളിറ്റിക്സ്. അതിനാണ് ഞങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ധരിക്കുന്നൊരു വസ്ത്രം പോലും ഒരു വെല്ലുവിളിയാണ്. ചിലപ്പോൾ നമ്മളൊരു ചെറുപ്പക്കാരനായിട്ട്, ഒരു പെൺകുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംതിങ് ഈവൻ ആർ ഡ്രസ്, ആർ സ്റ്റൈൽ ഓഫ് ക്ലോതിങ് മാറ്റേഴ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ അവരുമായിട്ട് നിരന്തരം സംവേദിക്കുക, അവരെ മനസ്സിലാക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക. ഞാനൊരു ലോ മേക്കർ എന്നുള്ള രീതിയിൽ നിയമനിർമ്മാണ സഭയിൽ പോയി നിയമങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടുക. എൻ്റെ ഒരു കുറേ റീച്ച് ഔട്ട് പ്രോഗ്രാംസ് ഉണ്ട് റിലേറ്റഡ് ടു ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതെല്ലാം ജനങ്ങളിലേക്ക് കൂടുതൽ എന്നെ കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ജനങ്ങളുമായി കണക്ട് ചെയ്യപ്പെട്ടാൽ, ജനങ്ങളുമായി സംവേദിച്ചാൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ദീപിക ഒരു വലിയ സംസ്കാരത്തിൻ്റെ തുടക്കമായിരുന്നു. ആദ്യത്തെ ദിനപത്രമാണ്. ആ പത്രം കാലത്തിനനുസൃതമായി മാറിയിട്ടുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തെ അവർ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എക്കാലത്തും അത്തരം വിഷയങ്ങൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ ദീപികയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ റീലോഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പോർട്ടലിലെ രൂപത്തിലും ഭാവത്തിലും അല്ല, എല്ലാ മാറ്റങ്ങളും അവർ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഒരു ന്യൂസ് ചാനലായി, ഓൺലൈൻ ചാനലായിട്ട് വരുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിഷ്വൽ ആൻഡ് സോഷ്യൽ മീഡിയ, നമ്മളുടെ മൊബൈൽ ഫോണുകളിൽ നമ്മളുടെ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ദീപികയ്ക്ക് അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് അവർ പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദീപികയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്.